ഹായ് ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വാമനടുത്തുള്ള കുറ്റൂര് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലത്തിലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണ്. അപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലുള്ളൊരു അമ്പലമല്ലായിരുന്നു. പണ്ടത്തെ ഒരു മോഡൽ, പഴയ രീതിയിലുള്ളൊരു അമ്പലം. പണ്ടത്തെ രീതി എന്ന് പറയുമ്പോൾ പഴയ നാലുകെട്ട് ടൈപ്പിലുള്ള പണ്ടത്തെ മോഡൽ അമ്പലമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ അമ്പലത്തിൽ നിന്നപ്പോൾ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ വേറൊരു അമ്പലത്തിലും കാണാത്തതല്ല, അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ വന്ന സമയത്ത് കണ്ടതുമില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്ന് പറയുമ്പം നമ്മൾ അത് അയ്യപ്പൻ്റെ അമ്പലമാണല്ലോ. അപ്പം തത്വമസി എന്നുള്ളത് എന്തെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് എനിക്ക് തോന്നിയത്. അതായിരിക്കാം. പക്ഷേ എൻ്റെ ലൈഫിൽ ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പം അതെങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ അമ്പലത്തിലോട്ട് തിരിഞ്ഞ് പോകുന്ന ആ വഴിക്ക് അവിടെ വെച്ചാണെങ്കിൽ ചെറിയൊരു ബോർഡ് ഉണ്ടായിരുന്നു, ലങ്കം ശ്രീ ദേവി ക്ഷേത്രം എന്ന്. ഇപ്പോൾ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ കൂടെ പോകും. അവിടെ കൂടെ പോയതിന് ശേഷം വീട്ടിൽ പോകാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉറക്കൊടിച്ചപ്പോഴേ നല്ല ഭക്തി വൈബ്. അപ്പോൾ കരുതി അമ്പലത്തിൽ പോകാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പലം എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അവിടെ. അർച്ചനയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മൂമ്മയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ അമ്മൂമ്മ നല്ല കമ്പനിയായിരുന്നു. പക്ഷേ അമ്പലത്തിന് അഹായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, വേറെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ട് വന്നപ്പോഴേ നല്ല അതിശയമായിരുന്നു. കാരണം ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇവിടെ നിന്നാണ് വരുന്നത്. കാരണം ഇതിനു മുമ്പ് ഇപ്പം അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ ഇവിടെയൊന്നും വെച്ച്, ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല അതിശയം, അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നായിരുന്നു. കാരണം നമ്മളെ കല്ലറയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒത്തിരി ദൂരമുണ്ട്. കല്ലറയെന്നല്ല, നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ നല്ല ദൂരമുണ്ട്. കല്ലറയിൽ നിന്നാണെങ്കിൽ 18 രൂപ പോയിൻ്റാണ്. നല്ല അത്യാവശ്യം ദൂരമുണ്ട്. പണ്ട് നമ്മുടെ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ നടന്നൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ അമ്മയൊക്കെ പറഞ്ഞു എടുത്തിട്ടുണ്ട്. അമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വാങ്ങുന്ന നദി ഉണ്ടല്ലോ, പുഴയുണ്ടല്ലോ, അതൊക്കെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പഴയ പാലമുണ്ട്. അപ്പോൾ ആ പഴയ പാലത്തിൽ കയറിയിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് പറയാൻ നിർഭാഗ്യവശാൽ ഗൈസ് അത് കൂട്ടിയേക്കണം. അപ്പോൾ ഞാൻ പാലത്തിൽ കൂടെ നടന്ന് ഇനിയിപ്പോൾ എന്തായാലും ഇതുവരെ വന്നില്ലേ, ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകണ്ട, ഇച്ചിരി ദൂരമുണ്ട് നടക്കാൻ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ കാര്യമായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ കല്ലോട്ട് പോകണമെങ്കിൽ കാര്യമായിട്ട് പോകണം. ബസ് സ്റ്റോപ്പിൽ തോന്നെ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ച് പോകാനുള്ള പ്ലാനാണ്. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന എൻ്റെ ഇടത് സൈഡിലൊക്കെ കാണുന്നില്ലേ, അത് മറ്റേ നമ്മുടെ വലിയ പഴയ പാലമുണ്ടല്ലോ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയ പാലമാണ്, കെട്ടിയ പാലമാണ്. അപ്പോൾ ആ പാലം ഇതിലോട്ട് മുമ്പൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റുമായിരുന്നു, ജസ്റ്റ് വീലറിനെ കയറ്റി വിടുമായിരുന്നു. അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അതുപോലെ ഞാൻ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ഫുള്ളെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ക്ലോസ് എന്ന് പറഞ്ഞൊരു ബാരിക്കേഡ് വെച്ചിട്ട് ഫുള്ള് അടച്ചു വെച്ചേക്കണം. അപ്പം എന്തെങ്കിലും അപകടം കാണുമല്ലോ, പ്രത്യേകിച്ച് കാര്യമില്ല, എന്തായാലും അവരങ്ങനെയൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കാതെ അതിൽ കൂടെ എന്താണ് ഞാനിപ്പോൾ മോശമല്ലേ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് വ്ളോഗിൽ വീണ്ടും വന്നേക്കുന്ന കുറേ മിസ്റ്റേക്കുകളൊക്കെ കാണും. എന്തായാലും നല്ല തിരക്കുണ്ട് റോഡ്. ഞാൻ വന്ന സമയത്ത് ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ 8 മണിയോളം അടുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ബസ് കിട്ടുന്ന അവസ്ഥയാണ്. ഇത്രയും വെയിൽ ഉച്ചയിലടിക്കണ സമയമായിരുന്നു. അല്ലെങ്കിൽ എത്തിക്കൂടെ നേരത്തെ എടുത്ത് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സ്ഥലൂടെ നടന്നാൽ നമ്മുടെ അപ്പുറത്തെ ജംഗ്ഷനായി, കാര്യത്തി ജംഗ്ഷനായി. പിന്നെ അവിടെ നിന്ന് ഒരുപാടൊന്നും നടക്കാനില്ല. കാര്യത്തി ജംഗ്ഷനിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബസ്സിൽ പോകണമെന്നാണ്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് മെയിനായിട്ട് കുറച്ച് വിഷ്വൽസ് അതിനകത്ത് ഇട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന് ചെറിയ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ എന്തായാലും നല്ല സൂപ്പർ വൈബായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് വെച്ച് ജോലിക്ക് വന്ന് പറഞ്ഞില്ലായിരുന്നു. അവിടെ നിന്ന് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുൾ പോസ്റ്റായിരുന്നു വീട്ടിൽ. ഇപ്പം മാർച്ചിലിറങ്ങി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഏകദേശം ഈ പുതിയ മാസം ആഗസ്റ്റ് കൂടെ കൂട്ടി ഈ മാസം ഒരു 6-ാം തീയതി ആവുന്ന സമയത്തിന് ഇത്ര 6 മാസമാവും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഈ 6 മാസം കൊണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതല്ലാതെ ഒരു രക്ഷയില്ല, ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സമയം കിട്ടി എവിടെയൊക്കെ പോകാൻ തോന്നി. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ കുറ്റൂർ അമ്പലത്തിൽ പോകണമെന്ന്. ബസ്സിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള എല്ലാവരും അവിടെ പോയിട്ടില്ല. അങ്ങനെ അവിടെ പോകാൻ പറ്റി. അവിടെയുള്ള ആൾക്കാർക്കും നല്ലതായിരുന്നു, അമ്പലവും നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അനുഭവമായിരുന്നു.